ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനായി പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കാരമണി ജെ, ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവേട്ടൻ, കേരളത്തിലെ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ രാംപിള്ള സാർ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സോമൻജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അഞ്ജന, പ്രിയമുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മാരാർജി വിടവാങ്ങിയിട്ട് ഇന്ന് 31 വർഷം തികയുകയാണ്. മാരാർജിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഏറ്റവും സ്നേഹമാർജിച്ച ഒരു പൊതുപ്രവർത്തകരായിരുന്നു മാരാർജി. പാർട്ടി പ്രവർത്തകരുടെ തെറ്റുകൾ കണ്ടാൽ ശക്തമായ ഭാഷയിൽ നമ്മെ ശാസിക്കുകയും അതേസമയം തന്നെ ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടി സ്നേഹത്തോടെ, വാത്സല്യത്തോടെ തലോടുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിരുന്നു മാരാർജി. പ്രവർത്തകരുടെ ഏത് കാര്യങ്ങൾക്കും, ജനങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും അദ്ദേഹം ഓടിയെത്തിച്ചു. ഞങ്ങളൊക്കെ യുവമോർച്ച പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രചോദനം, ശക്തമായിട്ടുള്ള പ്രേരണ, സംഘടനാ പ്രവർത്തനം അടിത്തട്ടിലേക്ക് വ്യാപിക്കുന്നതിനെക്കുറിച്ചും എപ്പോഴും വാചാലനായിരുന്നു മാരാർജി. പാർട്ടി ഒന്നുമല്ലാത്തൊരു കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ പൊതുസമൂഹത്തിൽ അംഗീകാരം നേടിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു മാരാർജി. നമുക്ക് മാരാർജിയെ മാതൃകയാക്കേണ്ട ഒട്ടനവധി സവിശേഷതകൾ ഉണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാരാർജിയുടെ ഇന്നത്തെ ഈ BJPയുടെ സംസ്ഥാന ഓഫീസ് മാരാർജി മന്ദിരം എന്നറിയപ്പെടുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്നും മാരാർജി എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഓരോ വർഷം കഴിയുന്തോറും മാരാർജിയുടെ ഓർമ്മകൾ നമ്മെ കൂടുതൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടന്റെ നേതൃത്വത്തിൽ മെയ് 4-ാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ മാരാർജി സ്വപ്നം കണ്ടിരുന്ന കേരളത്തിലെ BJPയുടെ മുന്നേറ്റം അത് സഫലമാവുകയാണ്, സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും മാരാർജിയുടെ ഈ അനുസ്മരണ വേളയിൽ അതിന് വളരെയേറെ, ഈ വർഷത്തെ അനുസ്മരണത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഇന്നത്തെ അനുസ്മരണ സമ്മേളനം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മാരാർജിയോടൊപ്പം മാരാർജി, O. രാജഗോപാൽജി, രാംപിള്ള സാർ, ഈ 3 പേരായിരുന്നു 80കളിലെ BJPയുടെ മുഖങ്ങൾ, ത്രിമൂർത്തികൾ. മാരാർജിയോടൊപ്പം സദാസമയവും പ്രവർത്തിച്ച് കൂടുതൽ മാരാർജി അറിയുകയും മാരാർജിയും രാംപിള്ള സാറും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ പങ്കിട്ടുകൊണ്ട് കേരളത്തിന്റെ BJPയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് രാംപിള്ള സാർ. എന്തുകൊണ്ടും മാരാർജിയെ അനുസ്മരണം നടത്താൻ അദ്ദേഹം ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടൻ, അദ്ദേഹം നമുക്കറിയാം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നമുക്ക് നേതൃത്വം നൽകി കേരളത്തിലെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പായി മാറ്റാൻ രാജീവേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ മാരാർജിയുടെ അനുസ്മരണത്തിൽ ഇന്ന് വളരെ സവിശേഷതകളുള്ള ദിവസമാണ്. രാജീവേട്ടനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്തറ ശ്രീകുമാർ, സംസ്ഥാന സെക്രട്ടറി അഞ്ജന, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കം രാഘവേട്ടൻ, മാരാർജിയോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള രാഘവേട്ടൻ അടക്കം എല്ലാ സഹപ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മാരാർജി അനുസ്മരണ പ്രഭാഷണത്തിനായി മുൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും മാരാർജിയോടൊപ്പം സഹപ്രവർത്തകനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിത്വവും ജനതാ പാർട്ടിയിലും അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ
കേരളത്തിന് നേതൃത്വം നൽകിയ ഉന്നത വ്യക്തിയുമായിട്ടുള്ള ശ്രീ കെ രാമൻപിള്ള സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രഞ്ജിത്ത് ചേരി, അധ്യക്ഷൻ ശ്രീ കരുണ, മറ്റ് നേതാക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം. മാരാർജിയുടെ സ്മൃതി ദിനമാണിത്. സാധാരണ വ്യക്തികളെ പോലെ തൻ്റെ വ്യക്തികേന്ദ്രിതമായ ഒരു ജീവിതം നയിച്ച ആളല്ല. അദ്ദേഹം കേരളത്തിൻ്റെയും കേരളത്തിലെ ഭാരതീയ ജനസംഘത്തിൻ്റെയും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എല്ലാം ആശയങ്ങളെ ഉൾക്കൊണ്ട് അതുമായി ലയിച്ച് ജീവിച്ചാണ്. അതിന് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമല്ല, അതിൻ്റെ ഭാഗമായിട്ടാണ്. കണ്ണൂർ ജില്ലയിലെ മാറാത്ത് എന്ന ഗ്രാമപ്രദേശത്ത് ഒരു പാവപ്പെട്ട കഴക, ഈ ക്ഷേത്രത്തിലെ കഴക വിഭാഗത്തിൽപ്പെട്ട കുട്ടി ജനിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖയിലൂടെ ആ വ്യക്തിത്വം വളർന്നു വരികയായിരുന്നു. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് വിദ്വാൻ പരീക്ഷ ജയിച്ച് കുറച്ചു കാലം സംഘത്തിൻ്റെ പ്രചാരകനായിട്ട് കൽപ്പുറമ്പ മേഖലയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം പറശ്ശിനിക്കടവ് ക്ഷേത്ര വകയായ സ്കൂളിൽ മലയാളം അധ്യാപകനായി നിയമിതനായി. അവിടെ 2 പ്രയോജനമുണ്ടായിരുന്നു. ഒന്ന് ശമ്പളം കിട്ടും, 2 സൗജന്യമായി ഭക്ഷണം കിട്ടും. അങ്ങനെ സംതൃപ്തമായ ആ ജോലിയുമായിട്ട് അങ്ങനെ കഴിയുമ്പോഴാണ് ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രവർത്തനം അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന് കൈയും കെട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതിലേക്ക് സജീവമായി ചാടിയിറങ്ങാൻ പ്രേരിപ്പിക്കപ്പെട്ടു. ആദ്യം ഭാരതീയ ജനസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 65-ൽ അന്ന് സംസ്ഥാന സംഘടനാ കാര്യദർശിയായിരുന്ന പരമേശ്വരി മാരാർജിയോട് പറഞ്ഞു, ഈ ജോലി ഉപേക്ഷിച്ച് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൂടെ? രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ കുടുംബത്തിൽ ആകെ ഏക വരുമാനം ഉണ്ടായിരുന്ന അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് അദ്ദേഹം ഭാരതീയ ജനസംഘത്തിൻ്റെ സംഘടനാ കാര്യദർശിയായി പൂർണ്ണസമയ പ്രവർത്തകനായി രംഗത്തിറങ്ങുകയായിരുന്നു. ഒരു ദൈവിക അനുഗ്രഹം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുധോരണി ആദ്യകാലം മുതൽ ജനങ്ങളെ ആകർഷിച്ചിരുന്നു. ഭാഷകളിലൂടെ കാര്യങ്ങൾ ഗൗരവപൂർവ്വം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു പ്രത്യേക ശൈലി അദ്ദേഹം വളർത്തുന്നത്. കേരളത്തിൽ അങ്ങനെ വ്യക്തിത്വമുള്ള ഒരു പ്രവർത്തന ശൈലി മറ്റൊരാൾക്കും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഇനിയുണ്ട്, നമുക്കറിയില്ല. അത് ഉണ്ടായിരുന്നത് എൻ്റെ അറിവിൽ ഞാൻ കണ്ടത് വെച്ച് ഉപമിക്കാൻ ആവാത്ത വിധത്തിലുള്ള വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രീതിക്കുണ്ടായി. ഇക്കാലത്ത് അദ്ദേഹം മരിച്ചതിന് ശേഷം മലപ്പുറത്തുള്ള ഒരു മുസ്ലിം ലീഗ് MLA എന്നോട് പറഞ്ഞു, മാരാർജിയുടെ പ്രസംഗം ഉണ്ടെന്ന് കേട്ടാൽ ഞങ്ങൾ അവിടെ പോകും. വല്ല കാറിൻ്റെ മറവിലോ പുരുഷങ്ങളുടെ മറവിലോ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ചിലപ്പോൾ കൈയടിക്കണമെന്ന് തോന്നും, പക്ഷേ ഞങ്ങൾക്കത് പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രം അത്രയും അട്രാക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായി. ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയുടെ പ്രത്യേകത. അതൊന്നും പറയാനിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഗുണം സഹപ്രവർത്തകരോടുള്ള സ്നേഹബന്ധം. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ആരുടെ കാര്യത്തിലുമില്ല. എല്ലാവരോടും
വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങളായി കണ്ട് കൈകാര്യം ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. പലപ്പോഴും ഈ മാധ്യമങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, പ്രവർത്തകരെ നേതാക്കളെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്, അങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാറുണ്ട്. അത്തരം വാർത്തകൾ കണ്ടാൽ പോലും തമാശയോടുകൂടി എടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ വിലയിരുത്തലോടുകൂടി മുന്നോട്ട് പോകും. അങ്ങനെയായിരുന്നു. എന്തായാലും ഈ കേരളത്തിൽ ജനസംഘത്തിൻ്റെ ചരിത്രത്തിലും BJPയുടെ ചരിത്രത്തിലും മാരാരിക്ക് തുല്യം വേറൊരു ആളില്ല. കണ്ണൂർ ജില്ലയിലെ നാലാമത്തെ കുറുവണ്ണൂർ ഗോവിന്ദ മാരാർ എന്ന KG മാരാർ എപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അത്രയധികം ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മാതൃകയാക്കാൻ നമ്മൾ ശ്രമിക്കാം. നമുക്ക് മാതൃകയാവാൻ സാധ്യമല്ല. അതത്രമാത്രം വ്യക്തിത്വമുള്ളതാണ്, ഒറ്റപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം, പ്രസ്ഥാനത്തോടുള്ള അർപ്പണബോധം, അതിന് അനുസരിച്ച് പ്രവർത്തകരോടുള്ള മമത, ഇത് ആർക്കും അനുകരിക്കാവുന്നതാണ്, അനുകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മളെ തെറ്റിക്കാൻ, തമ്മിലടുപ്പിക്കാനും ആശയക്കുഴപ്പമുണ്ടാക്കാനും ഒക്കെ മാധ്യമം ശ്രമിക്കും. അതിൻ്റെ വലയിലൊന്നും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ നമ്മളെ അദ്ദേഹത്തിൻ്റെ സ്മരണ നമ്മൾ സഹായിക്കും. കാരണം അദ്ദേഹം അവസാനം വരെയും ഉറച്ചു നമുക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല മതകാംക്ഷനായിരുന്നു എന്ന കാര്യം സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സഭയ്ക്ക് നന്ദി രേഖപ്പെടുത്താനായി പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമൻ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ അനിഷേധ്യ നേതാവായിരുന്ന മാരാർജിയെ ഇന്ന് കേരളമാകെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച രാമൻപിള്ള സാറിൻ്റെ ഓർമ്മകൾ, രാമൻപിള്ള സാർ മാരാർജിയുടെ ഓർമ്മകൾ ഇവിടെ പങ്കുവച്ചു. മാരാർജി മരണമടഞ്ഞ് മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി സ്വന്തം പേരിൽ ആറടി മണ്ണില്ലാതിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേര് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് KG മാരാരുടെ പേരാണ്. പയ്യാമ്പലം കടപ്പുറത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ സ്വന്തം പേരിൽ ആറടി മണ്ണുണ്ടായിരുന്നില്ല എങ്കിലും ഇന്ന് കേരളത്തിൽ ധാരാളം മന്ദിരങ്ങൾ മാരാർജിയുടെ പേരിലുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ള തെളിവാണ്. മാരാർജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആരാധനായ രാമൻപിള്ള സാറിന്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജവേട്ടൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അവർ, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനഞ്ജൻ അവർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ MB അഞ്ജന, ശ്രീ പുത്ര ശ്രീകുമാർ, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ്, മാധ്യമ സുഹൃത്തുക്കൾ, രാഘവേട്ടനടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ, സഹപ്രവർത്തകർ, എല്ലാവർക്കും ഈ ചടങ്ങിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്